മഴയായി കഴിഞ്ഞാൽ പിന്നെ വാക്കിന് പിള്ളേരെ കൊണ്ടുപോയിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്നും പണിയാണ്. ഞാൻ എല്ലാ ആഴ്ചയിലും കുളിപ്പിക്കേണ്ട അവസ്ഥയാണ്. കാരണം നമ്മൾ ഫുൾ ടൈം ഔട്ട്ഡോർ ഡോഗ്സ് ആയതുകൊണ്ട് എപ്പോഴും നമ്മൾ പോകുന്നിടത്തൊക്കെ ഇവരെ കൊണ്ടുവന്നുകൊണ്ട് എനിക്ക് എന്നും കാലൊക്കെ കഴുകിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. എന്നും ഫുള്ള് കുളി നടക്കുകയല്ലോ. പക്ഷേ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ കുളിപ്പിച്ചില്ലെങ്കിൽ മൊത്തം എൻ്റെ പിള്ളേരെ കണ്ടാൽ തോന്നും വഴിയിൽ എങ്ങാണ്ട് ആക്രി പറക്കി നടക്കുന്ന പിള്ളേരെ പോലെ ഇരിക്കും. അപ്പൊ പിന്നെ അവരെയൊക്കെ കുളിച്ചൊന്ന് വൃത്തിയാക്കി. അതിന്റെ ഇടയ്ക്ക് ജൂഡി ഒരു രക്ഷപ്പെടൽ ശ്രമം നടത്തി. ജൂഡിക്ക് ഇങ്ങനെ കുളിപ്പിക്കാനും പിടിക്കുന്ന ദമ്മേത്ത് പിടിച്ചുള്ള പരിപാടികളൊന്നും ജൂഡിക്ക് ഇഷ്ടമല്ല. ഈവൻ ഇഫ് നമ്മൾ അവളെ റെസ്ക്യൂ ചെയ്തിട്ട് ഇപ്പോൾ ഒരു 8 ഇയേഴ്സ് കഴിഞ്ഞെങ്കിൽ പോലും അവൾക്കൊരു പേടിയാണ്. അപ്പം എല്ലാവരെയും നമ്മൾ കുളിപ്പിച്ച് വൃത്തിയാക്കി താഴത്തെ ഗ്രൂമിംഗ് ടേബിളിൽ കൊണ്ടുവന്നിട്ട് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെ നെയിൽ ട്രിമ്മിങ്, ഹെയർ കട്ടിങ്, ഷേവിങ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് എൻ്റെ സുന്ദരികളായ സുന്ദരിമാരെയൊക്കെ നമ്മൾ സെറ്റപ്പാക്കി എടുത്തു. ഞാൻ ഇതിനകത്തിൽ യൂസ് ചെയ്തേക്കുന്ന എക്യുപ്മെന്റ്സ് ഒക്കെ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതൊന്നും പെയ്ഡ് പ്രൊമോഷൻ അല്ല. ഞാൻ യൂസ് ചെയ്യുന്ന സാധാരണ സാധനങ്ങളും ഞാൻ കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ, അല്ലാണ്ട് പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല. അങ്ങനെ പിള്ളേരെയൊക്കെ കുളിപ്പിച്ച് റെഡിയാക്കി. ജൂഡിയെ ഗ്രൂം ചെയ്യുന്ന സമയം കൊണ്ട് നമുക്കൊരു 10 ഡോഗ്സിനെ ഗ്രൂം ചെയ്യാം. അവൾ ഓരോ സമയത്തും കട്ടിലേന്ന് ചാടി താഴെ പോവും. അങ്ങനെ എല്ലാവരെയും ഗ്രൂമൊക്കെ ചെയ്ത് നമ്മൾ സുന്ദരികളാക്കി റെഡിയാക്കി. പിന്നെയും വലിയ പ്രയോജനമൊന്നുമില്ല. നാളെ രാവിലെ ഇതേപോലെ വാക്കിന് പോകും. മഴ ഇതില്ലായിരുന്നാൽ മതിയായിരുന്നു ഒരു 2-3 ദിവസത്തേക്കെങ്കിലും എന്ന് ഞാൻ പ്രാർത്ഥിക്കുവാണ് എൻ്റെ പരിപാടി. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ ബൈ.